ഹലയ, ഞങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കമ്പനിയുടെ സംഗ്രഹ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. കുറച്ചുകൂടി ഞങ്ങൾ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി പരിശോധിക്കും. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് നിർത്താം. സംശയാസ്പദമായ കോർപ്പറേഷന്റെ എല്ലാ സൂചകങ്ങളും കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. ഇപ്പോൾ കോർപ്പറേഷന്റെ നിലവിലെ സൂചകങ്ങൾ താരതമ്യം ചെയ്യാം. ഈ അവലോകനം 2025 ജൂൺ 22 നിലവിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വർഗീകരണം അനുസരിച്ച് ജേത കോർപ്പറേഷൻ ഉപവിഭാഗത്തിൽ പെടുന്നു. 15 സംഘടനകൾ വിശകലനത്തിൽ പങ്കെടുക്കുന്നു. ഞങ്ങൾ വീഡിയോയുടെ അവസാനം ഓർഡർ ടേബിൾ നോക്കും. പഠിക്കുന്ന കമ്പനിയുടെ ഫലം 10.6.5. ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ -4.2 പോയിന്റാണ്. നിങ്ങൾ അതിനെ വളരെ വിശാലമായ വീക്ഷണകോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ പൊതുവെ മാർക്കറ്റിന്റെ ചട്ടക്കൂടിനുള്ളിൽ മൊത്തം വിപണിയുടെ ശരാശരി ഫലം 1.8 പോയിന്റാണെന്ന് നമുക്ക് കാണാൻ കഴിയും. 6.5 എന്ന സ്കോറിനെതിരെ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു. ഉപവിഭാഗം ഓഹരികളും 12 മാസത്തിനുള്ളിൽ ഷെയറുകൾ ഞങ്ങൾ കാണും. 7.8% മാറ്റം കാണിച്ചു. ഉപവിഭാഗത്തിലെ വില ചലനാത്മകതയ്ക്കെതിരെ 296.2%. കമ്പനിയുടെ വിപണി മൂലധനം $5 ബില്യൺ മൂല്യം. $32 ബില്യൺ ഉപവിഭാഗം മൂലധനം. കമ്പനിയുടെ പുസ്തക മൂല്യം $1.62 ബില്യൺ. ഉപവിഭാഗത്തിന്റെ മൂലധനം $4 ബില്യൺ. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബുക്ക് വാല്യൂവിന്റെയും ഷെയറുകൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനിപ്പറയുന്നവ കാണാൻ കഴിയും. പങ്കിടുക. ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ 17.263%. പുസ്തക മൂല്യം 38.426%. ഉപവിഭാഗത്തിൽ കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. വിശകലനം ചെയ്യുന്ന കമ്പനിക്ക് $1.196 ബില്യൺ കടമുണ്ട്. കമ്പനിയുടെ മൂലധനത്തിന്റെ 74% പുസ്തക മൂല്യത്തിലേക്കുള്ള കടമാണ്. കമ്പനിയുടെ കടബാധ്യതകളുടെ ഫലം കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. കമ്പനിയുടെ വിപണി വിലയും ലാഭാനുപാതവും 26.4 ആണ്. ഉപവിഭാഗം 0 ശരാശരി. ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും ലാഭ അനുപാതവും വിലയിരുത്തുക. വളരെ നല്ലത് 2 പോയിന്റുകൾ. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $208 മില്യൺ. അടുത്ത 12 മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം $296 മില്യൺ ആയി കണക്കാക്കുന്നു. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും 1.5 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 5.4 ആണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിനിമയ മൂല്യത്തിന്റെയും വരുമാന അനുപാതത്തിന്റെയും മൂല്യനിർണ്ണയം നല്ലത് 1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $3670 മില്യൺ ആണ്. അടുത്ത 12 മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം താൽക്കാലികമായി $4760 മില്യൺ ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന വോള്യങ്ങളുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. വിൽപ്പന മാർജിൻ 5.7%. ഉപവിഭാഗത്തിൽ ശരാശരി -19.4%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഉപവിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം 62.891%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 264% കൂടുതലാണ്.
കമ്പനിയുടെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനം $407,000. ഉപവിഭാഗത്തിൽ $1,484,000 ഉണ്ട്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ ലാഭം $15,400 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരിയിൽ -$52,900. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഓരോ ജീവനക്കാരനും കമ്പനിയുടെ വരുമാന വിഹിതം $272,000 ആണ്. ഉപവിഭാഗം $273,000. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ മൂല്യനിർണ്ണയം പാസാബിൾ 0 പോയിന്റ്. വിൽപ്പനയ്ക്കുള്ള ഓഹരികൾ 2% വരും. ഉപവിഭാഗത്തിന് ശരാശരി 10.2%. സാങ്കേതിക സൂചകം GRE14 കമ്പനിക്ക് 41% നിലവാരം കാണിക്കുന്നു. കടുത്തെ ഉപവിഭാഗത്തിന് ഈ ലെവൽ ഏകദേശം 55%. കമ്പനിയുടെ യഥാർത്ഥ ഓഹരി വില ഏകദേശം $174 ആണ്. കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം $214 ആണ്. നമുക്ക് ഓർഡർ ടേബിൾ നോക്കാം. അത് ലഭ്യമാണ്. അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. റഫറൻസ് സിസ്റ്റം ഈ സീസണിൽ എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ ടേബിളിൽ അടങ്ങിയിരിക്കുന്നു. ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. സെക്യൂരിറ്റികളുടെ വിശകലനത്തിന്റെ ഫലമായി വിവരങ്ങളും റഫറൻസ് സംവിധാനവും ചെയ്ത് ഇനിപ്പറയുന്ന തീരുമാനം എടുക്കുന്നു. $174.39 ഒരു വാങ്ങൽ ഓർഡർ തുറക്കുക. കമ്പനിക്ക് താരതമ്യേന ഉയർന്ന മൂല്യം ഉള്ളതിനാലാണ് കരാർ തുറന്നത്. കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ രീതിയെ അടിസ്ഥാനമാക്കിയാണ് നടത്തിയത്. അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം 213.52 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 135.26 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ. 2025 ജൂലൈ 22 എക്സ്ചേഞ്ച് സെഷന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഇടപാട് സ്വതന്ത്രമായി നിശ്ചയിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നിശ്ചിത തീയതിക്ക് മുമ്പുള്ള അവസാന ട്രേഡിംഗ് ദിവസം. ടിക്കർ DEMIVOE വിൽപ്പനയ്ക്കുള്ള ഒരു സന്തുലിത ഇടപാടായിരിക്കും. ബാലൻസ് ഇടപാടിനെക്കുറിച്ചുള്ള വീഡിയോ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിക്കപ്പെട്ടതോ ആയിരിക്കും. ഓർഡറുകളിലൊന്ന് അടയ്ക്കുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് 1. വിപരീത ക്രമം അവസാന വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു. അവസാനം വരെ വീക്ഷിച്ചതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും വളരെ നന്ദി.